പ്രജിത, നമ്മുടെ ഈ ബാലരാമപുരത്തെ ആ 2 വയസ്സുകാരി കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആകെ കസ്റ്റഡിയിലുള്ളത് അമ്മാവൻ മാത്രമാണ്. അമ്മാവൻ ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിലൊന്നും മറുപടി പറയുന്നില്ല. അമ്മാവൻ എന്തോ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട്, അദ്ദേഹത്തിന്റെ പേരെന്താ, ആ ഒരു ചെന്താമര ഭക്ഷണത്തിന് ആർത്തി മൂത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വരുന്ന വഴിക്ക് പിടിച്ചെങ്കിൽ ഈ ഹരി എന്ന ചെറുപ്പക്കാരൻ ആഹാരം കഴിക്കുന്നില്ല, അവന് ആഹാരം വേണ്ട, അവൻ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല, അവൻ തർക്കുത്തരം പറയുന്നു, പിടി കൊടുക്കാത്തില്ല. അപ്പൊ ഇത് വേറൊരു തരം സൈക്കോ, അവനെന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അവനെ ഇന്ന് ഒരു സൈക്കാട്രിസ്റ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി, അവിടെ സൈക്കാട്രിസ്റ്റിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആണ് ഈ ചോദ്യം ചെയ്യൽ പോലീസ് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അറിവ്. അങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നതാണ് അറിവ്. കാര്യം പോലീസിന് ഇപ്പോഴും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന്, കാര്യം ഇവന് പെട്ടെന്നൊരു ദേഷ്യത്തിൽ ഈ കുട്ടിയെ, അതായത് സഹോദരിയോടുള്ള ദേഷ്യത്തിൽ, പെട്ടെന്നൊരു ദേഷ്യത്തിൽ ഈ കുട്ടിയെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ട് ആണ് എന്നാണ് ഇതുവരെ അവർക്ക് മനസ്സിലായത്. അത് അവന്റെ മാനസിക പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുന്നത്. ഇവന് സഹോദരിയോട് മറ്റൊരു തരത്തിലൊരു അടുപ്പം എന്നൊക്കെ പറയുന്നത് അതും അവർക്ക് സ്ഥിരീകരിക്കാനുണ്ട്. കാര്യം സഹോദരിയെ ഇപ്പോഴേ പോലീസ് ശരിക്കും ചോദ്യം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ശരിക്കുള്ള ചുരുൾ അഴിയണമെങ്കിൽ ഈ സഹോദരി, ഈ കുട്ടിയുടെ അമ്മയെ നന്നായി ചോദ്യം ചെയ്താൽ പല കള്ളങ്ങളും, കാര്യം അവരിൽ ആ യുവതിയിൽ ശരിക്കും ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു? എനിക്കും അത് തന്നെയാ തോന്നുന്നത് ചേട്ടാ. ഒരുപാട് എന്താ പറയാ, ദുരൂഹതകൾ, നിഗൂഢത നിറഞ്ഞതാണ് ഈ രണ്ടുപേരുടെ പെരുമാറ്റമെന്ന് പോലീസ് ആദ്യമേ തന്നെ പറഞ്ഞു. സഹോദരനെക്കാളും സഹോദരിയുണ്ടോ എന്നൊരു സംശയം. പിന്നെ കൊല ചെയ്തു, ശരിയാണ്, ഈ കൊല ചെയ്തു എന്ന് പറയുമ്പോഴും ഈ മാനസിക വൈകല്യം ഉണ്ടാകാം എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം അവിടുത്തെ പൊതുജനങ്ങളിൽ നിന്നൊക്കെ, അടുത്തുള്ള ഒരു അയൽവാസികളിൽ നിന്നൊക്കെ ഉള്ള ബൈറ്റുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ഈ അമ്മാവനെ കുറിച്ചിട്ട് യാതൊന്നും പറയാനില്ല. ഒരാൾ പറയുന്നത് കേട്ടു, ഒരു മന്ദബുദ്ധി ടൈപ്പാണ്, ആ ഒരു പക്വതയിലാണ്. അയാളെ പോലീസ് പിടിച്ചുകൊണ്ടുവരുന്ന രംഗം കാണുമ്പോൾ തന്നെ അറിയാം അയാൾ മാനസികമായി വളർച്ച ഉള്ള ഒരു ചെറുപ്പക്കാരനല്ല. വളർച്ച ഇല്ലായ്ക, മാനസിക പക്വത ഇല്ലാത്തവനാണ് എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ അറിയാം. അതായത് മാനസികമായ വളർച്ച ഇല്ലായ്കയാണോ, അതോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ് എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് ആയിപ്പോയതാണോ, ഡിസോർഡർ ആണ്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ കുറിച്ച്, അതായത് ശ്രീധുവിനെ കുറിച്ച് ആർക്കും നല്ലതൊന്നും പറയാനില്ല. ഒരു നല്ല ട്രാക്ക് റെക്കോർഡൊന്നും ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ ഇന്ന് രാവിലെ ഈ ദേവിദാസനെ ഒരു പ്രമുഖ ചാനലില് അഭിമുഖം വന്നായിരുന്നു. അതെ, ആ അഭിമുഖം വന്നപ്പോൾ അതിൽ അയാൾ പറയുന്നുണ്ട് ശ്രീധുവിനെ അറിയില്ല, ശ്രീധുവിനെ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. അതായത് ഈ ഹരികുമാർ 2019 അവിടെ നിന്ന സമയത്ത് അയാളുടെ ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രീധുവും അമ്മയും കൂടി വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം 3-4 മാസം വാങ്ങിയതിനു ശേഷം അവർ വരാതെയായി. പിന്നെ അച്ഛൻ വരുന്നു, പിന്നെ വേറെന്തോ അച്ഛനും അമ്മാവനും ആരൊക്കെ ആയിട്ട് വന്നിട്ട് വാങ്ങി പോകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാൾക്ക് ശ്രീധുവിനെ അറിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക്, ഒരു 7 മാസങ്ങൾക്ക് മുമ്പോ മറ്റോ ശ്രീധു കരിക്കകം ക്ഷേത്രത്തിൽ വരികയും അപ്പോൾ കൂടെ രണ്ടാം ഭർത്താവ് ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വെറുതെ കാണാൻ വന്നതാണ് എന്നാണ് ഈ ദേവിദാസൻ പറയുന്നത്. ഈ ദേവിദാസൻ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു സോഴ്സിൽ നിന്ന് കിട്ടിയതനുസരിച്ചിട്ട് ഈ ശ്രീധു ഇയാളുടെ വീട്ടിലുള്ള മഠത്തിൽ പൂജകൾക്ക് രാത്രികാലങ്ങളിൽ പോയിരുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഈ ദേവിദാസന്റെ മഠത്തിൽ പോയിരുന്നു എന്നുള്ളതും മാത്രമല്ല, അതിനു മുമ്പ് തന്നെ പുറത്തു വന്ന വിവരമാണ് ശ്രീധു ഇയാൾക്കൊപ്പം മന്ത്രവാദങ്ങൾക്ക് സഹായിയായിട്ട് പോയിരുന്നു എന്നുള്ളത് വന്നു. അതിനുശേഷമാണ് ശ്രീധു ഇത്തരത്തിൽ ഇയാളുടെ വീട്ടിൽ, അതായത് വീട്ടിലല്ല മഠത്തിൽ ഇതിനു വേണ്ടി പോയിരുന്നു എന്നുള്ളത്. ഇതുപോലെയാണ് 2 ആഴ്ച മുമ്പാണ് ഇയാൾ പറഞ്ഞതനുസരിച്ചിട്ട് ഈ സ്ത്രീ തലമുണ്ടനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ദേവിദാസൻ പറയുന്നതൊക്കെ അയാൾ വളരെ ക്ലീൻ എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്.
കാര്യം കാണാൻ വന്നിട്ടില്ല. ഇവർ തമ്മിൽ 2019 എന്തോ ഈ ചെറുപ്പക്കാരനെ അവിടെ ജോലിക്ക് ഈ നിർത്തി. പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അയാൾക്ക് പല സമയങ്ങളിലും ഉത്തരം മുട്ടുന്നത് ചേട്ടൻ തീർച്ചയായിട്ടും ഉത്തരം മുട്ടുന്നുണ്ട്. കള്ളം പറയുന്നതിന് ആലോചിച്ച് കള്ളം പറയുകയാണെന്ന് ക്രോസ് കൗണ്ടർ ചെയ്യുമ്പോഴേക്കും ഇയാൾ അവിടെ പതറുന്നുണ്ട്. പതറിയിട്ടാണ് പറയുന്നത്. ശരിക്കും ഇയാളെ ചോദ്യം ചെയ്യണം. കാരണം മാത്രമല്ല ഈ പറയുന്ന ആൾ തന്നെയാണോ ഈ ഹരികുമാർ എന്ന് പറയുന്ന ഈ എന്താ പറയാ ഡിസോർഡർ ഉള്ള എന്ന് കരുതപ്പെടുന്ന സഹോദരന്റെ പക്കലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എത്തിച്ചിട്ടുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ രാത്രികാലങ്ങളിലെ പൂജ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അയൽവാസി അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്റെ ബലമായ സംശയം, ഞാനിപ്പം ഈ പറയുന്ന മന്ത്രവാദത്തോട് അനുകൂലിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ വരെ അത് അങ്ങനെ എതിർത്താ പറഞ്ഞിരുന്നത്. എൻ്റെ സംശയം ഇയാൾക്കുള്ള പങ്ക് എന്തെന്ന് കണ്ടുപിടിക്കണം. ഈ ദേവിദാസനുള്ള കണക്ഷൻ സഹോദരനേക്കാൾ ഉപരി സഹോദരിയുടെ പല കാര്യങ്ങളിലും. കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ, കരിക്കകം അമ്പലത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയ ശേഷം തിരിച്ചു വന്നിട്ട് അവരുടെ കൂടെ വേറൊരു ചെറുപ്പക്കാരൻ വരുന്നു. അവർ ഒരുമിച്ച് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തെന്ന് പറയുന്നു. ആ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തെന്ന് പറയുന്ന ആളിന് ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചെന്ന് പറയുന്നു. ആണോ നിന്റെ വിവാഹം കഴിഞ്ഞോ, അപ്പം മറ്റേ ബന്ധം വേർപെടുത്തിയോ എന്ന് ഞാൻ ചോദിച്ചെന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീയെ സംബന്ധിച്ച് ദുരൂഹതയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പക്കാരനേക്കാൾ ഉപരി ഈ പറയുന്ന ഈ ജോത്സ്യന് ഈ സ്ത്രീയുടെ പല കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ രണ്ടാം ഭർത്താവ് എന്ന് പറയുന്നവൻ ദേവസ്വം ബോർഡിലുണ്ടെങ്കിൽ അവനെയും ചോദ്യം ചെയ്യണം, അവനെയും കൊണ്ടുവരണം. അപ്പോൾ ഈ കാശ് കടം കൊടുത്തത് ഈ പറയുന്ന ജോത്സ്യർക്കാണ് എന്ന് എളുപ്പത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് സഹോദരൻ പറഞ്ഞു. ശരിക്കും സഹോദരനെ മാത്രമല്ല, ഇപ്പൊ സഹോദരൻ മാത്രമാണല്ലോ അകത്ത് കിടക്കുന്നത്. സഹോദരിയെയും ഈ ജ്യോതിഷനെയും തമ്മിലിരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അത് പോലീസിനെ ഇതൊന്നും അറിയാത്തോണ്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ചലനങ്ങൾ നിരീക്ഷിക്കാനായി പോലീസ് നിശബ്ദം വിട്ടിരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. പോലീസ് ഈ പറയുന്ന ജോത്സ്യനെ നല്ലവണ്ണം ചോദ്യം ചെയ്താൽ ഇവർക്ക് ഇപ്പോൾ രണ്ടാമതൊരാളെ അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇത് ഞങ്ങളിപ്പോൾ വിവാഹം കഴിച്ചു. അപ്പം ആദ്യത്തെ ഭർത്താവിൽ 2 കുട്ടികളുണ്ട്, അത് വേർപിരിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ചെറുപ്പക്കാരൻ ഇയാൾ ഇനി പോലീസിന്റെ അന്വേഷണത്തിലെ ഈ പറയുന്ന ജോത്സ്യനെ കുറിച്ച് കറക്റ്റ് ഇയാൾക്ക് കൂടോത്രമുണ്ടോ, ഇയാൾ മന്ത്രവാദം ചെയ്യുന്നു. അത് മാത്രമല്ല ഏട്ടാ, ഇയാളുടെ ട്രാക്ക് റെക്കോർഡും ശരിയല്ല. അതായത് ഇയാളുടെ ഭാര്യ കോളേജ് അധ്യാപകനായിരുന്ന സമയത്ത് പഠിക്കാൻ വന്ന കുട്ടിയെയാണ് വിവാഹം കഴിച്ചത്. നല്ല പ്രായ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമല്ല, ആ സ്ത്രീ പാരലിസിസ് ആയി കഴിഞ്ഞ സമയത്ത് ആദ്യ ഭാര്യ ആയ സമയത്ത് അതിനെ ഒരു മൂലക്കിരുത്തി. എന്നിട്ട് സഹായിക്കാൻ ഒരു സ്ത്രീ വന്നു. ഈ സഹായിക്കാൻ വന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇയാളുടെ ഭാര്യ എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത്. പക്ഷെ അയൽവാസികൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശല്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിലർ വരുന്നു പോകുന്നു, അതായത് ഒരു ജ്യോതിഷന്റെ അടുത്ത് സാധാരണ രീതിയിൽ ആളുകൾ വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്. അയാൾക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഒരു മുൻ കൗൺസിലർ അവിടുത്തെ പറയുന്നത് അങ്ങനെ ഒരു കൊച്ചുമകളുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിനെ എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് ആലോചിച്ചിട്ടാണ്. അതാണ് ഞാൻ അതാ പറഞ്ഞു വന്നത്. ഈ പറയുന്ന പോലെ ഈ സഹോദരിയുമായുള്ള ഇയാളുടെ ബന്ധം ഇയാളെ സഹോദരിയോട് പറഞ്ഞിട്ടില്ല. അപ്പം കൊച്ചുമകളുള്ള ആൾ ഇത് ചെയ്യില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം ഇവൻ ഇങ്ങനെ മാനസിക വൈകല്യമുള്ളത് കൊണ്ട് ഇവൻ സഹോദരിയോടുള്ള ദേഷ്യത്തിന് പെട്ടെന്ന് ഈ കുട്ടിയെടുത്ത് കിണറ്റിലിട്ട് അവന്റെ ദേഷ്യം തീർത്തതാണോ എന്നൊരു സംശയം പറയുന്നത്. അതാണോ നടത്തിക്കൊണ്ടിരുന്നത് സെക്സ് ചാറ്റ് ആയിരുന്നു ഈ സഹോദരനും സഹോദരിയും. അപ്പൊ സഹോദരിയുടെ ഇത്തരത്തിലെ വഴിവിട്ട പോക്കിൽ അവൻ ചിലപ്പോൾ സഹോദരി എല്ലാവർക്കും ഇങ്ങനെ രക്തബന്ധത്തിന്റെ വില പോലും മറന്നുകൊണ്ട് പെരുമാറി എന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഈ വീഡിയോ കോളുകൾ ചെയ്യുക, അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് വീഡിയോ കോളുകൾ ചെയ്യുക, മാനസിക വൈകൃതമായിരിക്കാം. പക്ഷെ സഹോദരി ഈ കുട്ടി ഒരു പക്ഷെ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം, ഈ കുട്ടിയുടെ അച്ഛനെ അന്ന് വിളിച്ചു വരുത്തുന്നുണ്ട്. 16-ന്റെ തലേദിവസമാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ ഒരു വേറൊരു ഭർത്താവ് രണ്ടാമനായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എന്നിട്ട് ഈ ജോത്സ്യൻ പറയുന്നത് അവരുടെ അച്ഛൻ മരിച്ചത് അയാൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ പോലും ബന്ധമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ കടക്കാര് വരുമ്പോഴേ അച്ഛൻ അവിടെ വന്ന് ഇരിക്കുമ്പോഴേക്കും കടക്കാര് വരുന്ന സമയത്ത് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി ബെഡേക്ക് എടുത്ത് ഇവിടം വരെ ഇങ്ങനെ തുണി മറച്ചിട്ടിട്ട് അച്ഛൻ വളരെ സീരിയസ് ആണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കടക്കാരെ ഓടിച്ചു വിട്ട കഥകൾ വരെ ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ അമ്മയ്ക്കും എന്താ പറയാ സഹോദരനും
സഹോദരിക്കും കൃത്യമായിട്ട് അറിയാം. ആ അച്ഛന്റെ മരണം പോലും ഇപ്പോൾ സംശയാസ്പദമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു സംഭവത്തോടുകൂടി പോലീസ് ശരിക്കും ഈ കുടുംബാംഗങ്ങളെ നല്ലവണ്ണം ചോദ്യം ചെയ്താൽ മൊത്തത്തിലൊരു ദുരൂഹത നിറഞ്ഞ ഒരു കുടുംബമാണ്. രണ്ടാമത് ഈ കുട്ടിയുടെ മരണമേ സഹോദരൻ ഇങ്ങനെ ദേഷ്യത്തോടെ ചെയ്തു എന്നാണെങ്കിലും ഇപ്പൊ രണ്ടാമതൊരു വിവാഹം ഞാൻ രണ്ടാം വിവാഹം കഴിച്ചെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ലേ, ഇവർക്ക് ഇനി പറയുന്ന ഈ കുട്ടിയെയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇവർ തന്നെ നടത്തിയതാണോ? അങ്ങനെയൊക്കെ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഇപ്പൊ ആ കുട്ടിയുടെ അച്ഛന്റെ പേരിൽ ഇത് കെട്ടിവെക്കാനും ശ്രമം നടത്തുകയാണ് സത്യത്തിൽ ഇതുവഴി ചെയ്തത് എന്നുള്ളതാണ് ഈ രണ്ട് കുട്ടികളുടെ അച്ഛന്റെ. അതെ, ശ്രീജേഷ് എന്ന് പറയുന്ന ആളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന്. ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ സ്ത്രീ തന്നെയാണ്. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തന്നെ ഇതിൽ പങ്കുണ്ടാവും. അതിൽ ഈ സഹോദരനും പങ്ക് കാണും തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒന്ന്, പോലീസ് ഇവരെ നിശബ്ദം വാച്ച് ചെയ്യാനാണോ ഇവരെയൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? ഈ അമ്മ ആ മരണപ്പെട്ട ദിവസം അമ്മയുടെ നെഞ്ചിലിടിയും കരച്ചിലും അത് ഏതമ്മയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവരുടെ അമ്മയാണോ അതേ ഭർത്താവിന്റെ അമ്മയാണോ? ഏതായാലും ആ പിഞ്ചു കുട്ടിയെ ഇങ്ങനെ ഇത്തരത്തിൽ കാണിച്ചതിലുള്ള ഒരുപാട് നിഗൂഢതകൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കാര്യം ഇവനെ ഇനിയിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സൈക്കാട്രിസ്റ്റിന്റെ മുമ്പിൽ എത്തി ചോദ്യം ചെയ്യേണ്ടി വരും. പിന്നെ ഈ യുവതിയെയും ഈ പറഞ്ഞ ദേവിദാസനെയും ഒക്കെ കട്ടായം ചോദ്യം ചെയ്യേണ്ട കാര്യത്തിനുണ്ട്. ദേവിദാസനൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ചൊക്കെ തന്നെ സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഒരു കള്ളം പറയുന്നതിന് വേണ്ടി വളരെ ആലോചിച്ച് മറുപടി പറയുന്ന ഒരു രീതിയിലേക്കാണ് അയാൾ പോകുന്നത്. കാര്യം ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എൻ്റെ ചാനൽ റിപ്പോർട്ടർ കളിയായിട്ടാണ് പൂർവാശ്രമം എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പ് താങ്കൾ എന്തൊക്കെ അത് കൊള്ളുന്നുണ്ട്. അപ്പോൾ പൂർവാശ്രമത്തിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു എന്ന് അതങ്ങനെ നിരന്തരം ഒരു ഇറിറ്റേഷൻ പോലെയാണ് അയാൾ പെരുമാറുന്നത്. ഏതായാലും നമ്മുടെ പോലീസ് പ്രാഗൽഭ്യമുള്ള പോലീസാണ്. ഈ വലിയ മഹാനായ ജ്യോത്സ്യരെയും ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ശരിക്കും എന്താ പറയുക, വാഴത്തട എന്നൊക്കെ തന്നെ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം. ഈ വാഴത്തടയെ നിർവികാരതയോടെ നിൽക്കുന്ന ഈ വാഴത്തടകളെയൊക്കെ അമ്മയെ ഉൾപ്പെടെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു ഫ്രെയിമിനകത്തുള്ള ചോദ്യം ചെയ്യലിൽ ഇതിന്റെ സത്യാവസ്ഥ തെളിയില്ല. പോലീസ് ഇതിന്റെ ഒരു നിരീക്ഷണത്തിലാണെന്ന് തന്നെ നമുക്ക് കരുതാം.